ഹലോ കൂട്ടുകാരി, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. അപ്പം ഞാൻ ഇന്നൊരു കിച്ചൺ വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഞാൻ നമുക്ക് ഡെയിലി ലൈഫിൽ വളരെ കുറച്ച് ടിപ്സ് അതിനെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വാസലിനെ കുറിച്ചാണ്. അപ്പം ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ വീട്ടിൽ മാത്രമല്ല, ഗൾഫിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ കസിൻസിനും ഒക്കെ എല്ലാവരും കൊണ്ടു കൊടുക്കുന്ന ഒരു കോമൺ ആയിട്ട് വരുന്ന ഐറ്റമാണ് വാസലിൻ. വാസലിൻ മാത്രമല്ല, അതുപോലെ തന്നെ നമുക്ക് ഓലിവ് ഓയിൽ ഉണ്ട്, നിവിയുടെ കുറെ പ്രോഡക്ട്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് തരുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ വാങ്ങും. പക്ഷെ നമ്മളത് ഉപയോഗിക്കാറില്ല. മോസ്റ്റ്ലി മിക്കുള്ള വീടുകളിലൊന്നും ഈ വാസലിൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിക്കാറേ ഇല്ല. ഇങ്ങനെ കൊണ്ടു തരുമ്പോൾ സന്തോഷത്തോടുകൂടി വാങ്ങിച്ച് നമ്മൾ അലമാരിൽ സൂക്ഷിക്കാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ വാസലിന്റെ കുറെ ഉപയോഗങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉപയോഗിച്ചിരിക്കും. അപ്പൊ അത് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ വാസലിൻ എന്ന് പറയുന്നതും ഈ വൈറ്റ് പെട്രോളിയം ജെൽ എന്ന് പറയുന്നതും രണ്ടല്ല, ഒന്നാണ്. പിന്നെ ഈ വാസലിന്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് മിനറൽ ഓയിൽസ് ഉണ്ട്, അതേപോലെ തന്നെ നാച്ചുറൽ വാക്സ്. ഇതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ വൈറ്റ് പെട്രോളിയം ജെല്ലി എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് യൂസ്ഫുൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ പ്രായമുള്ള ആൾക്കാർ കിടപ്പിലാകുമ്പോൾ അവരുടെയൊക്കെ ശരീരം പൊട്ടാറുണ്ടല്ലേ. നോർമലി നമ്മൾ ചെയ്യുന്നത് അവരെ നമ്മൾ കുളിപ്പിച്ചിട്ട് പൗഡർ ഇട്ട് കൊടുക്കുകയോ വെളിച്ചെണ്ണയൊക്കെ തൂത്തിട്ട് നമ്മൾ വാട്ടർ ബെഡിൽ കെട്ടാനാണ് പതിവ്. അപ്പൊ നമുക്ക് അത് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതുപോലെ പ്രായമുള്ള പാരന്റ്സ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ബാത്തിങ്ങിന് ശേഷം അവരുടെ ശരീരത്തെ ഭാഗങ്ങളൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ആ ഒരു പോർഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വാസലിൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കാരണം ഒരു ജെല്ലി ടൈപ്പാണ്. അപ്പൊ കുറച്ചെടുത്ത് തൂത്തിട്ട് നമുക്ക് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ പൊട്ടാതിരിക്കാൻ, ബോഡി നന്നായിട്ട് പൊട്ടാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊരു ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കാലുകളിൽ ഈ പൊട്ടി കീറാറുണ്ടല്ലേ. അപ്പൊ പൊട്ടി കീറുന്ന സമയത്ത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ട്യൂബ്സ് ഒക്കെ വാങ്ങിച്ച്, വേറെ കുറെ മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ കാലിൽ പുരട്ടാറുണ്ട്. പക്ഷെ അതിലും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ട് അതിന്റെ മെഡിസിൻ ആയിട്ട്. ഇപ്പൊ വാസലിൻ എടുത്തിട്ട് നമ്മുടെ വാസലിൻ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത് തൊട്ട് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നന്നായിട്ട് നമ്മുടെ കാൽപാദങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്യാതെ നമ്മൾ തൂത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആ ക്രാക്കേഴ്സ് ഉള്ള പോർഷനിൽ അല്ലെങ്കിൽ കറുത്തിരിക്കാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ സോ അതുകൊണ്ട് നന്നായിട്ട് കാല് ക്ലീൻ ചെയ്ത് ടർക്കി എന്തെങ്കിലും യൂസ് ചെയ്ത് നന്നായിട്ട് ആ ഒരു വെള്ളത്തിന്റെ മയം തൂത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, രാത്രിയിൽ ഇതേപോലെ വാസലിൻ അപ്ലൈ ചെയ്ത് ഒരു സോക്സും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 വീക്കിനുള്ളിൽ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ കോൾഡ് കൺട്രീസിലൊക്കെ ഉള്ള ആൾക്കാർ ശരിക്കും നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് വാസലിൻ. പക്ഷെ നമ്മളങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. നമ്മൾ മറ്റു പല പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ വാസലിൻ ഈ കോൾഡ് തണുപ്പ് വരുന്ന സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ അത്യാവശ്യം നന്നായി ഡ്രൈ ആകാറുണ്ട്. ഇപ്പം ഡ്രൈ സ്കിൻ ഉള്ളവരും ഉണ്ട്, അല്ലാതെ തന്നെ തണുപ്പ് കാലം വരുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകാറുണ്ട്. അപ്പം ആ ടൈമിൽ നമുക്ക് ഈ വാസലിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലും കാലിലും ഒക്കെ ഒരുപാട് വേണ്ട, കുറച്ച് നമുക്ക് രാത്രിയിൽ അപ്ലൈ ചെയ്യാം. കാരണം നമ്മൾ ഡേ ടൈമിൽ ഈ വാസലിൻ കാലിലും കയ്യിലും ഒക്കെ തൂത്തിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ടാൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിൻ്റെ ഒരു ഡീമെറിറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വാസലിൻ ബോഡി പോർഷനിൽ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നൈറ്റിലായിരിക്കും. നമ്മുടെ ഡ്രൈനെസ് ഒക്കെ നമുക്ക് നന്നായിട്ട് മാറി കിട്ടും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഇങ്ങനെ സ്പ്ലിറ്റ് ആകാറുണ്ട്. മോസ്റ്റ്ലി നമ്മുടെ ഗേൾസിന്റെ ഒക്കെ ഹെയറിന്റെ അറ്റം വന്നിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിരിക്കും. സോ ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹെയറിന്റെ അറ്റം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ വാസലിൻ ഒരുപാട് തൂക്കരുത്, ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ടിപ്പിൽ ഒരു 3-4 ദിവസം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൈകളിൽ ലേഡീസ് എല്ലാവരും നെയിൽ പോളിഷ് അടിക്കാറുണ്ടല്ലേ. നെയിൽ പോളിഷ് എത്ര സൂക്ഷ്മയോടുകൂടി നമ്മൾ അടിച്ചാലും ഈ സൈഡിലൊക്കെ നന്നായിട്ട് പറ്റാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാമോ, നമ്മുടെ വിരലുകളുടെ ഈ ചുറ്റിനും നമുക്ക് വാസലിൻ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് വാസലിൻ അപ്ലൈ ചെയ്തതിന് ശേഷം നെയിൽ പോളിഷ് അടിക്കുക. അപ്പൊ സൈഡിലെങ്ങാനും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് നമ്മളിങ്ങനെ തൂത്ത് കളഞ്ഞാൽ അത് നന്നായിട്ട് പൊടി കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു അടിപൊളി യൂസ് ആണ് ഇതിൻ്റെത്. ഡൈ ചെയ്യുന്നത് ഇപ്പോൾ കോമൺ ആണല്ലോ. അപ്പൊ എല്ലാവരും ഡൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഡൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര സൂക്ഷിച്ച് ഡൈ ചെയ്താലും നമ്മുടെ ഈ പോർഷനിൽ, നമ്മുടെ ഈ നെറ്റിയുടെ ഈ പോർഷനിലൊക്കെ മിക്കവാറും അവിടെ ഇവിടെയൊക്കെ ഇരിക്കാറുണ്ട്. അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഡൈ ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഈ ഹെഡിന്റെ ഈ പോർഷനിൽ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വാസലിൻ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഡൈ ചെയ്തോളൂ. ഡൈ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇവിടെ കാണാൻ പറ്റിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം,
ഒന്ന് നമ്മൾ തൂത്ത് കളയുമ്പോൾ അത് ഈസി ആയിട്ട് തന്നെ അത് റിമൂവ് ആവുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് അതിന് നല്ലൊരു യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഈ ഗ്യാസിന്റെ ഒക്കെ ആണെങ്കിൽ സ്റ്റാൻഡ് ഇല്ലേ, ബർണറിന്റെ അടുത്തിരിക്കുന്ന സ്റ്റാൻഡ്, ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റാൻഡ്. അപ്പൊ ആ സ്റ്റാൻഡിന്റെ ആ എൻഡ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുറേ നാളൊക്കെ കഴിയുമ്പോൾ പുതിയതാണെങ്കിൽ തന്നെയും നമ്മളൊരു 2 വീക്ക് ഒക്കെ ആകുമ്പോഴത്തേനും അതിന്റെ ആ അറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ കൂത്തിരിക്കുന്ന 4 പോയിന്റ്, ആ എഡ്ജ് എന്ന് പറയുന്നത് ഇങ്ങനെ വൈറ്റ് പോലെ, മെറ്റലാണല്ലോ, വൈറ്റ് പോലെ വന്നിട്ട് പൊരിഞ്ഞ് ഇങ്ങനെ ഇളകുന്ന പോലെ തോന്നും. ആ എൻ്റെ ആ ചൂടിൽക്കുന്ന ഭാഗം മാത്രം. അപ്പം ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ വാസലിൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു പുതിയൊരു ഫീൽ, അതായത് ആ ഒരു വൈറ്റ്നെസ് ഒക്കെ മാറിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്കൊരു അത് ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് തോന്നിയല്ല, അങ്ങനെ നമുക്ക് വരും. അതുപോലെ തന്നെ ഇത് വാസലിൻ നല്ലൊരു ലൂബ്രിക്കൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ ഇപ്പം വീടിൻ്റെ ഡോറിൻ്റെ ഒക്കെ കുറ്റികൾ നമുക്ക് ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പം ആ ടൈമിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ വെളിച്ചെണ്ണയൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം വെളിച്ചെണ്ണ ഏതെങ്കിലും അപ്ലൈ ചെയ്യാൻ പോകണ്ട, ഇത് വെറുതെ നമ്മുടെ അലമാരിയിൽ വെറുതെ യൂസും ഇല്ലാതെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, മിക്കവാറുള്ള വീടുകളെല്ലാം കാണും. സോ അതങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് നമ്മുടെ ബാഗിൽ സിബിൽ ചില സമയത്ത് ടൈറ്റ്നസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഡോറിൻ്റെ ഒക്കെ കുറ്റികൾ അടയ്ക്കാൻ ഭയങ്കര ടൈറ്റ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ വാസലിൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കുറ്റിയടിക്കി നമുക്ക് സ്മൂത്ത് ആയിട്ട് അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇനിയും ഒരുപാട് യൂസ്ഫുൾ ഉണ്ട്. ഇതുപോലെ നമ്മുടെ മുട്ടുകൾ, നമ്മൾ സാധാരണ നമ്മളെല്ലാവരും ഈ സ്കൂളിലെ കുട്ടികളായാലും നമ്മളായാലും കൂടുതലും ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നൊരു സ്വഭാവമുണ്ടല്ലേ. അപ്പം നമ്മുടെ ഈ മുട്ടുകൾ ഫുള്ള് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കൂപ്പർ പോലെ വെളുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ നമ്മുടെ കൈകാലുകളായാലും ഡ്രൈനെസ് ഉള്ളവർ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൊറിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വെളുത്ത് പൂപ്പൽ പോലെ വരുന്നത് നമുക്കറിയാം. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്കിന്നുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ വാസലിന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് റിമൂവ് ആവും. നമ്മൾ ചിലവരെന്ത് ചെയ്യും, മോയ്സ്ചറിങ് ഉപയോഗിക്കും. ഓക്കെ, മോയ്സ്ചറിങ് ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലും ബെസ്റ്റ് നല്ലത് വാസലിൻ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് പനി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് മൂക്ക് ചുറ്റി കഴിയുമ്പോൾ നമ്മുടെ ഈ മൂക്കിന്റെ 2 സൈഡുകളിലും ഇങ്ങനെ തൊലി ഇങ്ങനെ ഇളകി പോകുന്നത് നമുക്കറിയാം. കാരണം ഇങ്ങനെ തൊലി ചീറ്റി കാരണം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള പോർഷനാണ് നമ്മുടെ ഈ നോസിന്റെ ഈ ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ തൊലി ഇളകിയിട്ട് വല്ലാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ആ ടൈമിൽ വാസലിൻ കുറച്ച് ഇങ്ങനെ ജസ്റ്റ് ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇത് പോർഷൻ നന്നായിട്ട് 2 വട്ടം അപ്ലൈ ചെയ്യുമ്പോൾ അതങ്ങ് നമുക്ക് മാറി കിട്ടും. അപ്പം അതും ഇതിന്റെ നല്ലൊരു യൂസ്ഫുൾ ആണ് വാസലിന്. ഇതുപോലെ തന്നെ കുറേ ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഇതിന്. നമ്മള് വള, റിങ്, അതുപോലെ തന്നെ നമ്മുടെ വളയൊക്കെ നമ്മൾ കയ്യിലിടാൻ ശ്രമിക്കുമ്പോഴേ ചില സമയത്ത് നമ്മുടെ കയ്യിൽ കയറത്തില്ല, ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ആ ടൈമിൽ നമുക്ക് നമുക്ക് ഈ വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് റിങ് ആയാലും ബാംഗിൾസ് ആയാലും പെട്ടെന്ന് ഇറങ്ങിപ്പോകും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അവിടെയൊക്കെയാണെങ്കിൽ നമ്മൾ മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്തില്ലേ, മേക്കപ്പ് മീൻസ് എന്താണ്, മേക്കപ്പ് ഈ നമ്മുടെ ഐലൈനർ അതൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം കറുത്തിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ ടൈമിലും ഈ നമ്മളിങ്ങനെ ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ ടർക്കി വെച്ച് അമർത്തി തുടക്കുന്നതിൽ ഭേദം ഇത്തിരി വാസലിൻ അപ്ലൈ ചെയ്തിട്ട് സ്മൂത്ത് ആയിട്ട് ടിഷ്യൂ വെച്ച് ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ അതെല്ലാം പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും. കാരണം ഇവിടെയൊക്കെ നമ്മുടെ സെൻസിറ്റീവ് പോർഷനാണ്. അവിടെ ഇട്ട് ഇങ്ങനെ ടർക്കിയൊക്കെ ഇട്ട് ഇങ്ങനെ അമർത്തി അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല കേട്ടോ. അത് ഭയങ്കര എളുപ്പമായിരിക്കും നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നമ്മുടെ കൈകാലിൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്താണ് ഈ പെറ്റില്ലേ, നമുക്കിപ്പം ഡോഗ്സിനെയൊക്കെ ഒരുപാട് നമ്മുടെ വീട്ടുകളിലൊക്കെ അകത്തും പുറത്തും ഇട്ട് വളർത്താറുണ്ട്. അപ്പം അകത്ത് വളർത്തുന്നത് ഇപ്പോൾ കോമൺലി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളെപ്പോലെ തന്നെ അവരെയും നമ്മൾ കെയർ ചെയ്യാറുണ്ടല്ലേ. അപ്പം അവരുടെയും കാലുകളുടെ ഇടയിലേക്ക് ഡ്രൈനസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഇവർക്കും ഈ വാസലിൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതേപോലെ ഒരുപാട് യൂസുള്ളൊരു ഐറ്റമാണ് നമ്മൾ ഉപയോഗിക്കാതെ നമ്മുടെ അലമാരകളിൽ എടുത്ത് വെച്ചിട്ട് അവസാനം ഡേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുന്ന് എടുത്ത് വലിച്ചെറിയുന്നത്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിക്കും. ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിയുമ്പോൾ ഇനി ഒരാൾ വാസലിൻ കൊണ്ട് തരുമ്പോൾ ഇത് നിങ്ങൾ എടുത്ത് കളയാതെ, അല്ലെങ്കിൽ നമ്മുടെ അലമാരയ്ക്കുള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഡേറ്റ് കഴിയുമ്പോൾ എടുത്ത് കളയാതിരിക്കുക. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ ലൈക്കും
എന്താണ് കമന്റും സബ്സ്ക്രൈബേഴ്സും ഉണ്ടായ സബ്സ്ക്രൈബേഴ്സ് കൂടിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ ടിപ്സുമായിട്ടും കിച്ചൺ വീഡിയോസായിട്ടും ബ്ലോഗായിട്ട് ഫാമിലി ബ്ലോഗായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നാളെ പുതിയൊരു ഐറ്റമായിട്ട് കാണാം. See you.